ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മാംഗോ പുഡിംഗ് ആണ്. വളരെ സ്വാദിഷ്ടമായൊരു ഡെസേർട്ടാണ്. നിങ്ങൾക്കും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ 2 കപ്പ് പാലെടുത്ത് നന്നായി തിളപ്പിക്കുക. ഈ 2 കപ്പ് പാലിന് നമുക്ക് 1.5 കപ്പായി റെഡ്യൂസ് ചെയ്യണം. പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള തിക്ക് മിൽക്കാണ്. നിങ്ങൾക്ക് തിക്ക് മിൽക്ക് കിട്ടുമെങ്കിൽ 1.5 കപ്പ് തിക്ക് മിൽക്ക് എടുക്കുക. ഇനി നമുക്ക് 2 പഴുത്ത മാങ്ങയാണ് വേണ്ടത്. 2 പഴുത്ത മാങ്ങ എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് അതിനെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്കൊരു പൾപ്പ് രൂപത്തിലാണ് വേണ്ടത്. ഇതുപോലുള്ളൊരു പൾപ്പ് നമുക്ക് കിട്ടും, മാംഗോ പൾപ്പ് കിട്ടും. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് പാൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1.5 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മളിതിനെ ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റി നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമുക്കൊരു സ്മൂത്ത് മിക്സറാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം മിക്സായി നമുക്ക് വളരെ സ്മൂത്തായ ഇതുപോലുള്ളൊരു മിക്സ് കിട്ടും. ആ മിക്സ് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടുത്തതായി ഒരു സ്ലറിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായി നമ്മൾ ആദ്യം 60 ഗ്രാം കോൺഫ്ലവർ, അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്, നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാംഗോ മിക്സർ എടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എത്രത്തോളം ഇളക്കുന്നോ അത്രത്തോളം കൺസിസ്റ്റൻസി വരും. ഇപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ലറി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് വളരെ ഫാസ്റ്റായി നന്നായി ഇളക്കണം. നമ്മൾ കുട്ടികൾക്കെല്ലാം കുറുക്കുണ്ടാക്കുന്ന പോലെയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു കുറുക്ക് പരുവത്തിൽ വരും. നല്ല കുറുക്ക് പരുവത്തിൽ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കുക, നല്ല ഫാസ്റ്റായി ഇളക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ മിക്സിനെ ഒരു പാനിലേക്ക് മാറ്റാം. ഇപ്പോൾ മിക്സ് ചൂടുണ്ട്. അപ്പോൾ പാനിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ചൂടാറാൻ വേണ്ടി. അതിനുശേഷം ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഇത് സൂക്ഷിക്കുക. ഏകദേശം ഞങ്ങൾ 4 മണിക്കൂർ വെച്ചിരുന്നു. 4 മണിക്കൂറിന് ശേഷം നമുക്ക് വളരെ കൺസിസ്റ്റൻ്റായ ഒരു പുഡിങ്ങാണ് കിട്ടിയത്. നിങ്ങൾക്ക് കാണാം, വളരെ കൺസിസ്റ്റൻ്റാണ്. ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം നൈഫെല്ലാം വളരെ സ്മൂത്തായി അതിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. സോ നിങ്ങളും ഈ ഒരു പുഡിംഗ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല. നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. വളരെ നല്ലൊരു ഡെസേർട്ടാണ്. സോ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.